Hello traders, welcome back to my channel. ഇന്ന് നമ്മൾ കല്യാൺ സിൽക്സിൻ്റെ IPO അതിനെക്കുറിച്ചൊരു വിശകലനമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ ആളുകളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു IPO ആണ് കല്യാൺ സിൽക്സിൻ്റെ IPO. ഇപ്പോൾ നമുക്കറിയാം ഡിസംബർ ബർഗർ കിങ്ങിൻ്റെ IPO നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ എല്ലാ ആൾക്കാരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യണതും ലോങ് ടൈമിലേക്ക് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് കല്യാൺ സിൽക്സിൻ്റെ ഒരു IPO. അപ്പോൾ ഇതിൻ്റെ എന്നാണ് ഇത് എക്സാക്ട്ലി ലിസ്റ്റ് ചെയ്യുന്നത്, എന്നാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്, ഇതൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അത് പുറത്ത് വിടുമ്പോൾ നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ അത് നോക്കുന്നത് ഈ കമ്പനീനെ കുറിച്ചും ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ, അതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഇത് വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസാണ് ഇതിൻ്റെ പരസ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കല്യാൺ സിൽക്സ് ഉള്ളത്. പുറമേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് ഇന്ത്യയിലെ തന്നെ എല്ലാ ഭാഗത്തും മിഡിൽ ഈസ്റ്റിലും എല്ലാം ഇവരുടെ ഷോറൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള അമിതാഭ് ബച്ചനെ പോലുള്ള വലിയ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസാണ് ഇവരുടെ ബ്രാൻഡ് അംബാസഡർ. അതുകൊണ്ട് തന്നെ മറ്റേ ഡൽഹി ആ ഒരു ഭാഗത്ത് പോലും ഈ ഒരു ജ്വല്ലറീസിനൊക്കെ നല്ല സ്വീകാര്യത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെയാണ് ഇന്ത്യയിൽ മുഴുവൻ ഉള്ളൊരു ബിസിനസ് എന്നുള്ള രീതിയിലും പെട്ടെന്ന് തന്നെ ഒരു വളർന്നത്. അവർ ഈ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അവരുടെ ഈവൻ കല്യാൺ സിൽക്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് അതിൻ്റെ ഫൗണ്ടർ തന്നെയാണ് കല്യാണരാമൻ സാറ് തന്നെയാണ് ഇതിൻ്റെ പരസ്യങ്ങൾക്കും കാര്യങ്ങളൊക്കെ അഭിനയിച്ചത്. അപ്പോൾ അവരെന്താണോ ബിസിനസ്, അവരെന്താണോ ചെയ്യുന്നത്, അത് എപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വളരെയധികം ശ്രമിക്കാറുണ്ട് കല്യാൺ ജ്വല്ലേഴ്സും കല്യാൺ സിൽക്സും. അപ്പോൾ ഈ IPOയിൽ അവർ റൈസ് ചെയ്യുന്നത് ഏകദേശം 1750 കോടി രൂപയാണ്. ഈ IPO വഴി അവർ റൈസ് ചെയ്യുന്ന എമൗണ്ട്. അപ്പോൾ ഇവർക്ക് ഈ IPOയുടെ അപ്രൂവൽ കിട്ടിയിരിക്കുന്നത് ഒക്ടോബർ 15 സെബിയിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ വളരെ ലീഡിങ് ആയിട്ടുള്ള ഈ കമ്പനീസാണ് ഈ IPOക്ക് വേണ്ടി കല്യാൺ ജ്വല്ലേഴ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ ഇതിന് നമ്മൾ 1750 കോടി രൂപയിൽ ഫ്രഷ് ഇക്വിറ്റി ഇഷ്യൂ ആയിട്ട് 1000 കോടി രൂപയാണ് ഫ്രഷ് ഇക്വിറ്റി ആയിട്ട് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടോ, ബാക്കിയുള്ള 750 കോടി രൂപ അവർ സമാഹരിക്കുന്നത് പ്രൊമോട്ടേഴ്സ് ഓഫ് ലോഡിങ്ങിന് വേണ്ടിയിട്ടാണ്. പ്രൊമോട്ടേഴ്സ് OFS വഴി ആ ക്യാഷ് എടുക്കാനായിട്ടാണ്. എല്ലാ IPOയിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് പെർസെൻറ്റേജ് പ്രൊമോട്ടേഴ്സ് ഓഫ് ലോഡിങ് ഉണ്ടാവും. അപ്പോൾ അത് എത്രയാണെന്ന് നമ്മൾ അറിയേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സായ കല്യാണരാമൻ സാറ് 250 കോടി രൂപയാണ് പ്രൊമോട്ടേഴ്സ് ഓഫ് ലോഡിങ്ങിൽ വഴി നേടുന്നത്. അതുപോലെ ഹൈഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കി 500 കോടി രൂപ. അപ്പോൾ 1750 കോടി രൂപയിൽ 1000 രൂപ ഫ്രഷ് ഇക്വിറ്റി ഷെയറും 250 ബാക്കി 750 കോടി രൂപ പ്രൊമോട്ടേഴ്സ് ഓഫ് ലോഡിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി കമ്പനിയിൽ ഉള്ള ഇവരുടെ ഓഹരി പങ്കാളിത്തം എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫൗണ്ടറായ കല്യാണരാമൻ സാറ് ഏകദേശം 27.41% കമ്പനിയിൽ ഷെയർ ഉള്ളത്. ബാക്കി ഷെയർ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മക്കളായ TK സീതാരാം, TK രമേഷാണ്. അവർക്കുള്ളത് 22.17 ഓഹരി പങ്കാളിത്തമാണ് ഇവർക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ ഒരു എത്രയാണ് ഈ ഒരു IPO വഴി അവർ സമാഹരിക്കുന്നത്, ഫ്രഷ് ഇക്വിറ്റി എത്രയുണ്ട്, ഇവരുടെ ഫൗണ്ടേഴ്സിനുള്ള ഇതിൻ്റെ ഓഹരി പങ്കാളിത്തം എത്രയാണെന്ന് മനസ്സിലായി. നമുക്കിനി കമ്പനിയുടെ ഒരു മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, കമ്പനി ഫൗണ്ട് ചെയ്തത് 1993 കമ്പനി ഫൗണ്ട് ആയിട്ടുള്ളത്. ഏകദേശം 200ഓളം ഔട്ട്ലെറ്റ്സാണ് ഇന്ത്യക്കകത്തും പുറത്തായിട്ടും അവർക്കുള്ളത്. ഏകദേശം 107 ഷോറൂമാണ് ഇന്ത്യയിൽ ഉടനീളമുള്ളത്. 30 ഷോറൂം മിഡിൽ ഈസ്റ്റിലും ഉണ്ട്.
അപ്പോൾ ഇത് വലിയ ഒരു ജ്വല്ലറി ശൃംഖലയായിട്ട് ഇന്ത്യക്കകത്തും പുറത്തും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ IPO വരുന്നത് കല്യാൺ ജ്വല്ലേഴ്സ് ആണെങ്കിലും ഇവരുടെ സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ളത് കല്യാൺ സിൽക്സ് ഉണ്ട്. അവർക്ക് സിൽക്സിൻ്റെ വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹൈലി പ്രീമിയം ബ്രാൻഡായിട്ടുള്ള സിൽക്സ് സാരീസും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല, സിൽക്ക് സാരീസിൻ്റെ ബ്രാൻഡൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിവേ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി സിൽക്സ് കല്യാൺ സിൽക്സിലാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വിശ്വാസം തന്നെ. അവർക്ക് ഈ നെയ്ത്ത് ശാലകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ടോ എന്ന് ഉറപ്പില്ല. ഇല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ ഇവർ തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ജോയി ആലുക്കാസ് ആയിക്കോട്ടെ, മലബാർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു റിയൽ എസ്റ്റേറ്റ് വിങ്ങും ഉണ്ട്. അപ്പോൾ ഇവരുടെ സബ്സിഡിയറി കമ്പനിയായിട്ട് വളരെ നിയർ ഫ്യൂച്ചറിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ടാകാം. പിന്നെ ഇവരുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ ഇവരുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 10,181 കോടി രൂപയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റവന്യൂ നോക്കുമ്പോൾ ആ ഒരു കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ മാത്രമല്ല നോക്കേണ്ട, അതിൻ്റെ പുറകിലത്തെ റവന്യൂവിൽ നിന്ന് കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ എത്രയാണ് കൂടിയത്, ആ ഒരു പെർസെൻറ്റേജാണ് ആ ഒരു കമ്പനിയുടെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവരിൽ 3.73% റവന്യൂ കൂടിയിട്ടുണ്ട്. അവരുടെ ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ 2018-19 കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ റവന്യൂ 3.73% കൂടിയിട്ടുണ്ട്. അപ്പോൾ 2018-19 കാലഘട്ടത്തിൽ 9,814 കോടി രൂപയായിരുന്നു ഇവൻ്റെ റവന്യൂ. കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അത് 10,181 കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. വളരെ നല്ല ഒരു വളർച്ചയാണ്. പിന്നെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2019-20 കാലഘട്ടത്തിൽ ഏകദേശം 143 കോടിയോളം രൂപ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ 2018-19 കാലഘട്ടത്തിൽ ഏകദേശം 5 കോടി രൂപ നഷ്ടത്തിലായ കമ്പനി കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 143 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ട്. വളരെ ഹൈലി പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ബിസിനസ് നെറ്റ്വർക്ക് ഇവർക്കുണ്ട്. മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇവരുടെ റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ഒക്കെ രീതിയിലാണ് ഇവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 74% ഗോൾഡിൽ നിന്നാണ്, ഗോൾഡ് ജ്വല്ലറീസ് നിന്നാണ് ഇവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള 23% സ്റ്റഡഡ് ജ്വല്ലറിയാണ്. അത് ഡയമണ്ട് ആകാം, പ്രസീഷ്യസ് അങ്ങനെയുള്ള സ്റ്റോൺസ് ആകാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിലുള്ള ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഗോൾഡിലുള്ള താല്പര്യം ആളുകൾക്ക് കുറയുമ്പോൾ അതേ താല്പര്യം കുറയണ ആളുകൾ സ്റ്റഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇടാനായിട്ട് ശ്രമിക്കും. ഒരിക്കലും ആഭരണങ്ങളോടുള്ള താല്പര്യം ആളുകൾക്ക് ഒരിക്കലും കുറയില്ല. കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് കല്യാണം അങ്ങനെയുള്ള പല ഒക്കേഷൻസിലും ഇപ്പോൾ ഓർണമെൻറ്റ്സ് വളരെ അവിഭാജ്യ ഘടകമാണ്. അതുമാത്രമല്ല പല പുതിയതായിട്ട് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സെലിബ്രേഷൻസും ഉണ്ടാവും. പുതിയ തലമുറയിലെ ആളുകൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യണ പല സെലിബ്രേഷൻസിലെല്ലാം ഈ സ്റ്റഡഡ് ജ്വല്ലറീസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഡയമണ്ട് പല ദിവസങ്ങളും ഈ ഡയമണ്ട് അക്ഷയ തൃതീയ പോലെയുള്ള ദിവസങ്ങൾ കൂടിയും ഈ ഒരു മേഖലയിൽ ഉണർവ് പകർന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിലുള്ള താല്പര്യം ആളുകൾക്ക് കുറഞ്ഞാലും അത് ഡയമണ്ടിലേക്ക് കൺവേർട്ട് ആകും എന്നുള്ളൊരു ഉദാഹരണമാണ് ഇവരുടെ റവന്യൂ ജനറേഷൻ. 23% സ്റ്റഡഡ് ജ്വല്ലറിയിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഇവരുടെ അസറ്റ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ അസറ്റ് ഏകദേശം
82,000 കോടി രൂപ ഇവർക്ക് ടോട്ടൽ അസറ്റ് ഉണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. 82,000 കോടി രൂപ അസറ്റുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഓൺ ബിൽഡിങ്സ് ആയിരിക്കും. പല സ്ഥലത്തും സിറ്റിയിലെ പ്രൈം ലൊക്കേഷനിലായിരിക്കും ഇവരുടെ സ്പോട്ട് ഉണ്ടാവും. ഇവരുടെ ജ്വല്ലറി ആയിക്കോട്ടെ, ഇവരുടെ ടെക്സ്റ്റൈൽ ജ്വല്ലറി ആയിക്കോട്ടെ, എല്ലാ ടൗണിൻ്റെ പ്രൈം ലൊക്കേഷനിലാണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ പറയുകയാണെങ്കിൽ MG റോഡിൽ തന്നെയാണ് ഇവരുടെ പ്രൈം ലൊക്കേഷനിലാണ് ഇവരുടെ സ്പോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അസറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. 82,186 കോടി രൂപയാണ് ഇവരുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസ് നോക്കുകയാണെങ്കിൽ ടൈറ്റാൻ ആയിരിക്കും. അപ്പോൾ ടൈറ്റാനായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഡീറ്റെയിൽ കമ്പാരിസനാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രിലിമിനറി ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ EPS ഏണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ കല്യാൺ സിൽക്സിന് ഉള്ള ഏണിംഗ് പെർ ഷെയർ 1.70 1.7 ആണ് പെർസെൻറ്റേജ് അല്ല 1.7 ആണ് കല്യാൺ സിൽക്സിൻ്റെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ EPS എന്ന് പറയുന്നത്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സായിട്ടുള്ള ടൈറ്റാൻ്റെ EPS എന്ന് പറയുന്നത് ഏകദേശം 17 ടൈറ്റാൻ്റെ EPS. അപ്പോൾ നമുക്കറിയാം വലിയ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ 17 ഏകദേശം 1.7 തമ്മിൽ വലിയൊരു EPSലെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കറിയാം കല്യാൺ എന്ന് പറയണത് ടൈറ്റാൻ എന്ന് പറയണത് വളരെ നാളുകളായിട്ട് ഷെയർ മാർക്കറ്റിലുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ഷെയർ വാല്യൂ വളരെ കൂടുതലാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കരീന കപൂർ അങ്ങനെയുള്ള ഹോളിവുഡിൽ വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസൊക്കെയാണ് അവരുടെയും അഡ്വർടൈസ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇത്രയും നാളത്തെ ഷെയർ മാർക്കറ്റിലെ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടാകാം ഇവരുടെ EPS കൂടുതൽ. അപ്പോൾ ഇതായിട്ട് ഡയറക്റ്റ് നമ്മൾ കല്യാൺ സിൽക്സിനെ ഒരു കമ്പയർ ചെയ്യരുത്. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കമ്പനിയാണ്. ഫ്യൂച്ചറിൽ നല്ലൊരു വളർച്ച എന്തായാലും കല്യാൺ സിൽക്സിനും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റലി അതിൻ്റെ ഫുൾ അനാലിസിസ് നമ്മളുടെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, വീഡിയോ ലെങ്ത്ത് വളരെ കൂടിപ്പോവും. അപ്പോൾ എന്തൊക്കെയാണ് ഡിവിഡൻഡ് ഈൽഡ്, PE റേഷ്യോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുന്നത്. അതൊരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളോ ഒരു ഇൻട്രാഡേ ട്രേഡറോ അത് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമല്ല. ലോങ് ടൈമിലേക്ക് ഒരു 5 വർഷത്തേക്കും ഒരു 10 വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആണ് ആ വീഡിയോ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കമ്പനീനെ ഫണ്ടമെൻ്റലി അടിമുടി നമ്മൾ അതിനെ പരിശോധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ അതിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ IPO റൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫണ്ടിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് പിന്നെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിനും വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ പുതിയ ഷോറൂമിൻ്റെ എക്സ്പാൻഷനാകാം, പുതിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിനാകാം. അപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു IPO അവർ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പരിശോധിച്ച രീതിയിൽ നിന്നും ഈ ഒരു സെക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ കല്യാൺ സിൽക്സ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു IPO തന്നെയാണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനാണ് ചാൻസ്. ഇപ്പോഴത്തെ ഒരു നിഫ്റ്റിയൊക്കെ ഒരു വലിയ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനാണ് ചാൻസ്. പിന്നെ കല്യാൺ സിൽക്സിന് ഇന്ത്യയിൽ തന്നെ മൊത്തമുള്ള ഷെയർ ഹോൾഡേഴ്സ് ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ള ഇത് നോക്കിയിട്ടാണ് ആ ഒരു ലിസ്റ്റിംഗ് ഗെയിനൊക്കെ ഉണ്ടാവാൻ. എങ്ങനെ ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ ഒരു 100% നമുക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്ന രീതിയിലും ഈ ഒരു സെക്ടർ ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു സെക്ടർ എന്നുള്ള രീതിയിലും കല്യാൺ സിൽക്സ് പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഒരു മലയാളം എന്ന രീതിയിൽ നമുക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നിന്നും ഇപ്പോൾ ഒരു പുതിയൊരു കമ്പനി കൂടി ലിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത നമുക്ക്
എല്ലാ ആൾക്കാർക്കും അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന കല്യാണരാമൻ സാറിനും എല്ലാ എൻ്റെയർ ടീമിനും ഒരു ആശംസ അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ന്യൂസ് ഉണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ന്യൂസ് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാർ എല്ലാ ദിവസവും കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ നല്ല കമ്പനീസിനെ കുറിച്ച് നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. ബൈ.